ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സയൻസ് വ്ലോഗേഴ്സ്. നമ്മളിപ്പോൾ ഉള്ളത് നോങ് നോച്ച് എന്ന് പറഞ്ഞ വില്ലേജിലാണ്. അത് ആക്ച്വലി എങ്ങനെ പ്രൊനൗൺസ് ചെയ്യാമെന്ന് എനിക്കറിയാം, പക്ഷേ ഇവർ പ്രൊനൗൺസ് ചെയ്യുന്നത് നോങ് നോച്ച് അങ്ങനെ എന്തോ ആണ്. അപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ പേരെന്താ ഞാൻ നോക്കിയിട്ടില്ല. എന്തായാലും ആ ഒരു സംഭവത്തിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഞങ്ങളെന്ന് പറഞ്ഞതാ ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ. ബാക്കി എല്ലാവരും ഒറ്റയ്ക്ക് എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഞാനിവിടെ സ്കൈ വാക്ക് എന്ന് പറയുന്ന സംഭവത്തിൽ കയറി നോക്കി. അപ്പം നോക്കുമ്പോൾ ഇതാ ഇങ്ങനെ നടന്നുകൊണ്ട് നമുക്ക് ചുറ്റുമുള്ള കാഴ്ചകളും അതുപോലെ താഴെയുള്ള കാഴ്ചകളും ഒക്കെ നല്ല അടിപൊളിയായിട്ട് കാണാം. ഈ ഒരു ഏരിയ ഫുൾ ഞാൻ ഒറ്റയ്ക്ക് തന്നെ ആയിട്ട് എക്സ്പ്ലോർ ചെയ്തേ. രാവിലെ ഫോണും ട്രൈപോഡും ഒക്കെ കൊണ്ട് അങ്ങോട്ട് ഇറങ്ങിയതായിരുന്നു. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി എല്ലാവരും മീറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ ഇതാ ഒറ്റയ്ക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. സംഭവം ഒരു രക്ഷയില്ല, അടിപൊളി. മിക്കവാറും ഈ ഒരു വീഡിയോ ഞാൻ ഇൻട്രോ ആയിട്ട് ഇടാൻ പോണേ. പക്ഷേ ഇതിന് മുമ്പ് ഞാൻ കുറേ ചുറ്റി നടന്ന് കണ്ടു. അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ പിന്നാലെ ആഡ് ചെയ്യാം. Her name is Nongnut. She has big land and she like traveling around the world. And she want to like for her memory, she want to come back and make her land beautiful, just like the place that she see in everywhere. So she make her dream come true. So that's why now is Nongnut Garden. It has been already open for 45 years ago, in year 1980, around that. Now at the moment is around 680 acres. Now is her son generation, he buy more land, so it's become bigger. Because this is one of the top 10 most beautiful garden in the world. This is one of the top 10 most beautiful garden in the world. അങ്ങനെ ലോകത്തിൽ തന്നെ ഫേമസ് ആയിട്ടുള്ള ഏകദേശം 600ഓളം ഏക്കർ വിസ്തരിച്ച് കിടക്കുന്ന ആ ഒരു നോങ് നോച്ച് ഗാർഡനിലേക്ക് ഞങ്ങളും എത്തി. ഇവിടെ കാണാനാണെങ്കിൽ ഒരുപാട് കാഴ്ചകളുണ്ട്. ഒരു ദിവസം കൊണ്ടൊന്നും ഇത് ഫുള്ളായിട്ട് കവർ ചെയ്യാൻ നമുക്ക് പറ്റില്ല. ഓർക്കിഡ് ഗാർഡൻ, അതുപോലെ തന്നെ കുറേ കൾച്ചറൽ ആൻഡ് എലിഫൻറ്റ് ഷോസ്, പിന്നെ ദിനോസർ വാലി ആയിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭാഗം. എന്തായാലും ഞാൻ കണ്ട കാഴ്ചകളൊക്കെ മാക്സിമം നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിക്കാൻ ട്രൈ ചെയ്യാം. സോ നമുക്ക് കയറി നോക്കാം. അടിപൊളിയല്ലേ?
ഏത് എലിഫന്റ് ഉണ്ടാവും? ഓ ആ അതെ നോക്കണേ. ഹലോ പറഞ്ഞോളൂ. ഹലോ. ഹായ് ഹായ് പറയൂ. ഹായ്. വീഡിയോഗ്രാഫർ ഇന്ദിരമേമ. നീ ഇന്ദിരമേമ ഓടിക്കോളൂ, ഞാൻ പിന്നാലോടാ. അടിപൊളി ഈ ഒരു ഏരിയ. രക്ഷയില്ല. Hello, beautiful. You are beautiful. That, okay? ഓക്കെ. Okay. 一会儿我给你拿的啊。谢谢。 Sit there. Okay. 萨瓦迪卡。 ഗൈസ് അവിടെ പോയിട്ട് അവർ തരുന്ന ബ്രേസ്ലെറ്റ് കെട്ടിയിട്ട് എന്താ തൊഴുത് നിന്നിട്ട് അങ്ങനെ എന്തോ പറഞ്ഞ ഇങ്ങനത്തെ സാധനം കിട്ടും. താങ്ക് യു. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു കൾച്ചറൽ ഷോ കാണാൻ വേണ്ടി പോവാണ്. ഇത് ആക്ച്വലി ഒരു അടിപൊളി ഷോ ആയിരുന്നു. ആ സംഭവം ഇതിൻ്റെ ഉള്ളിൽ എനിക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല, പക്ഷേ ഞാൻ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഉറപ്പായിട്ടും പോസ്റ്റ് ചെയ്യും. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കണ്ടു നോക്കാം. ഇത് കഴിഞ്ഞിട്ട് നമ്മൾക്കൊരു എലിഫൻറ്റ് ഷോയും കാണാൻ വേണ്ടിയിട്ടുണ്ട്. ആ ഒരു സംഭവം ഭയങ്കര സൂപ്പറായിരുന്നു. അതും ഞാൻ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാം. രണ്ടിൻ്റെയും ഒരു കുട്ടി വീഡിയോ ഞാൻ ഇതിൽ തന്നെ ആഡ് ചെയ്യാം കേട്ടോ. Set up some Sivanamdum dance is a dance for worship with beautiful movements. തായ്ലൻഡിൻ്റെ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ മിക്ക ആൾക്കാരും ഇതേപോലെ ആനേൻ്റെ കൂടെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടതായിട്ട് കാണാം. അതെല്ലാം ഷൂട്ട് ചെയ്യണത് ഈ നോങ് നോച്ച് വില്ലേജത്തെ ഈ ഒരു എലിഫൻറ്റ് ഷോയിൽ നിന്നാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് കുറേ ഫിയേഴ്സ് മാറി കേട്ടോ. എനിക്ക് ഈ ആന പുലിയൊക്കെ ഭയങ്കര പേടിയുള്ളൊരു സംഭവമായിരുന്നു. ഞാൻ ആക്ച്വലി പുലീൻ്റെ കൂടെ ഫോട്ടോ എടുക്കുന്ന ആദ്യം ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ആനേൻ്റെ അടുത്ത് പോലും ഞാൻ പോയില്ല എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അവരെല്ലാം കുറച്ച് ഫ്രണ്ട്ലി ആയിട്ട് ഫീൽ ചെയ്യും. നമുക്കങ്ങനെ പേടിയൊന്നും തോന്നില്ല. ഞാൻ ആക്ച്വലി ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് ഇതുപോലെ ആന, പുലി, ജിറാഫ് ഇതിൻ്റെയൊക്കെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തതും അതിനൊക്കെ ഇത്ര ക്ലോസ് ആയി നിന്നതൊക്കെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ തായ്ലൻഡിൽ എൻജോയ് ചെയ്തിട്ടുള്ളത്. ആള് കയറാണ്ടോ?
ഈ വീഡിയോൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ നോങ്നൂച്ച് ഗാർഡൻ ഏകദേശം 600 ഏക്കറോളം വിസ്തരിച്ച് കിടക്കുന്ന ഒന്നാണെന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കിത് നടന്ന് കാണാനുള്ളൊരു ഓപ്ഷനേ ഇല്ല. സൈറ്റ് സീയിങ് മാത്രമാണ് ഒരു ഓപ്ഷൻ പല ഭാഗത്തും. സോ നമ്മളിങ്ങനെ ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ കണ്ടതാ ഇതുപോലെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. അങ്ങനെ നമ്മൾ ലാസ്റ്റ് ഇതുപോലെ ഒരു ദിനോസർ വാലിയിലെത്തും. ഇതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. പക്ഷേ ഈ ഒരു വീഡിയോ എനിക്കിതിൽ ആഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല, കാരണം ഓൾറെഡി നമ്മുടെ വീഡിയോ 10 മിനിറ്റ് ക്രോസ് ചെയ്തു. സോ ഞാനിത് പാർട്ട് 2 പോലെ ഉറപ്പായിട്ട് അപ്ലോഡ് ചെയ്യും. അതുവരേക്കും ബൈ.